അപ്പോൾ നിങ്ങൾക്ക് ഷുവറായിട്ട് ഡെയിലി 150+ ഫോളോവേഴ്സ് കിട്ടും. അപ്പോൾ ടെർമക്സിനെ കുറിച്ച് ബേസിക്കായിട്ട് കാര്യങ്ങളൊക്കെ പറയാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ആദ്യം പോയി കാണാം, എന്നിട്ടാണ് ഈ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത് ആദ്യം പോയി കാണാം. ഞാനിപ്പോൾ പ്രൂഫ് കാണിച്ചു തരാണ്. അപ്പോൾ ഞാനിപ്പോൾ 3 മണിക്കൂറായി കണക്ട് ചെയ്തിട്ടിട്ട് ഇപ്പോൾ ഇത്ര 67 ഫോളോവേഴ്സ്, 3 ലൈക്ക് ഇതൊക്കെ ഇപ്പോൾ കയറിയതാണ്. ഇപ്പോൾ ഡെയിലി ഇതേപോലെ ഇപ്പോൾ 3 മണിക്കൂറായിട്ടുള്ളൂ കണക്ട് ചെയ്തിട്ടിട്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ കയറും. അപ്പോൾ കുറച്ച് ലിമിറ്റേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറയാം. വീഡിയോ ഫുള്ളായിട്ട് അപ്പോൾ വാച്ച് ചെയ്യണം. അപ്പോൾ ഇതാണ് ബോട്ട്. ഇത് യൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യണം കാണിച്ചു തരാം. അപ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ലിമിറ്റേഷനൊക്കെ ഉണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു ഫീച്ചർ മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ലോഗ് ഔട്ട് ചെയ്ത് എക്സിറ്റ് അടിച്ചിട്ട് അപ്പം തന്നെ ഇത് എടുത്ത് പിന്നെയും ലോഗിൻ ചെയ്ത് അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. അങ്ങനെ കാണിച്ചാൽ ബോട്ടിൽ ബ്ലോക്ക് വീഴും. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്കൊന്നും വരാത്തില്ല. നിങ്ങൾ ഇത് യൂസ് ചെയ്ത് അപ്പം തന്നെ പാസ്വേഡ് മാറ്റണം. ഇതൊക്കെ ഇവർ പറയുന്നുണ്ട്. നിങ്ങൾ റൂൾസ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫോളോവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ കൊടുക്കണം. അപ്പോൾ ഒരു ടീമിനെ ടാർഗറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരുപാട് സപ്പോർട്ടിങ് ടീമൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ടീം കളിമായം, ടീം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് സപ്പോർട്ടിങ് ടീമൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റയിൽ വല്ലപ്പോഴൊക്കെ എടുക്കാറുള്ളതുകൊണ്ടാണ്. അപ്പോൾ ടീം കളിമായം, ടീം പടയാളി അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെടുത്തിട്ട് ഇതിൻ്റെ DP ഇടുക. DP ഇട്ടിട്ട് നിങ്ങൾ ഈ നെയിം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടെർമക്സിൽ. അപ്പോൾ ഒരു ടൈം വെച്ച് ഇത് അൺഫോളോ ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് പെട്ടെന്ന് കയറാനാണ്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സെലിബ്രിറ്റീസിനെ വെരിഫൈഡ് ബാഡ്ജുള്ള പിന്നെ ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ളവരൊക്കെ അൺഫോളോ ചെയ്യും, ഫോളോ ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴും ഒരുപാട് ഫോളോവേഴ്സ് കയറും. നിങ്ങൾ പിന്നെ ഏതെങ്കിലും ഒരു ഫീച്ചറാണ് ഒരു ദിവസം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ യൂസ് ചെയ്ത് ഓരോന്ന് മാറി മാറി നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ യൂസ് ചെയ്യണം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ അത് മാസ് ലുക്കർ. ഇതിപ്പോൾ ആക്റ്റീവായിട്ടുള്ളവരുടെ സ്റ്റോറിയൊക്കെ പോയി വാച്ച് ചെയ്യും. അങ്ങനെ ഒരു ഫീച്ചറാണ്. സ്റ്റോറിയൊക്കെ വാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കും. അപ്പോൾ നല്ല പോസ്റ്റൊക്കെ ഇട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഫോളോ ചെയ്യും. പിന്നെ നാലാമത്തെ ഓപ്ഷൻ റീടാഗാണ്. അതിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് എടുത്ത് അതിൻ്റെ പ്രൊഫൈൽ അതിൻ്റെ ലിങ്കില്ലേ അത് എടുത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആ പോസ്റ്റിൽ കമൻറ്റ് ഇടും. ഹാഷ്ടാഗൊക്കെ പോയി കമൻറ്റ് ഇടും. അങ്ങനെ ലൈക്ക് കൂട്ടാൻ പറ്റും. അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് റൺ ചെയ്തിട്ടാൽ ഓട്ടോമാറ്റിക്കലി പോയി ലൈക്ക് ചെയ്തോളും പോസ്റ്റിനൊക്കെ. അങ്ങനെ ആക്റ്റീവ് ആയിക്കോളും. പിന്നെയുള്ള ഓപ്ഷൻ DM മെസ്സേജാണ്. നമ്മളെന്തെങ്കിലും ഒരു മെസ്സേജ് ഇങ്ങനെ എഴുതി കൊടുത്താൽ അത് ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ പൊക്കോളും. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ ആ പൊക്കോളും. പിന്നെയുള്ളത് ഇത് നമ്മളെ ഫോളോ ബാക്ക് ചെയ്യാത്തവരെ അൺഫോളോ ചെയ്ത് കളയും. പ്രൊഫൈൽ സ്ക്രാപ്പർ അതിനെ കാണിച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ യൂസർ നെയിം തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബയോയിലുള്ളതും എല്ലാം അങ്ങനെ നമുക്ക് ഇപ്പോൾ ആരെയിലൊക്കെ കൊടുത്താൽ ബയോ മൊത്തം നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യാനുള്ളതാണ് നോക്കിയാൽ. പിന്നെ ഇതിൻ്റെ റൂൾസ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഒരു ദിവസം ഒരു ഫീച്ചർ മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ VPN ഒന്നും യൂസ് ചെയ്ത് കണക്റ്റ് ആയിരിക്കുമ്പോൾ VPN ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇത് റൺ ചെയ്തിട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയി ലൈക്കും ഫോളോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇനി ഇതിൻ്റെ അടുത്ത് പറയണ 9 മണി തൊട്ട് 9 മണി വരെ യൂസ് ചെയ്യാനാണ്. നിങ്ങളൊരു 6 മണിയല്ല, ഒരു 7 മണി തൊട്ട് രാത്രി 7 മണി തൊട്ട് 9 മണി വരെ യൂസ് ചെയ്താൽ മതി. ഞാൻ ആ ടൈമിലാണ് യൂസ് ചെയ്യണം. ആ ടൈമിൽ മാത്രമാണ് ആളുകൾ ആക്റ്റീവായിരിക്കുള്ളൂ. അപ്പോൾ ആ ടൈമിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ ഷുവറായിട്ട് നമ്പറും ഇമെയിലൊക്കെ വെച്ച്, ഇമെയിലല്ല നമ്പർ വെച്ച് വെരിഫൈ ചെയ്യണം. പിന്നെ എല്ലാ ദിവസവും ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പോയി പാസ്വേഡ് മാറ്റണം. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. നിങ്ങൾ എല്ലാ ദിവസവും ഷുവറായിട്ട് പോയി പാസ്വേഡ് മാറ്റണം. ഇത് നിങ്ങളിങ്ങനെ സെക്ഷൻസ് ഓപ്പൺ ആക്കിയിട്ട് ഈ ടൂള് ഒന്നിലധികം സെക്ഷനിൽ റണ്ണ് ചെയ്യരുത്. ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് റണ്ണ് ചെയ്യരുത്. ഓപ്പൺ ആക്കുന്നതിൻ്റെ കുഴപ്പമില്ല, പക്ഷെ റണ്ണ് ചെയ്യരുത്. വേണ്ട, ഇവിടെ python.bandrobo അങ്ങനെ കൊടുത്ത് റൺ ചെയ്ത് അത്രേ ഉള്ളൂ. ഇനി ടൂൾ ഇൻസ്റ്റാൾ ചെയ്യണ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ APT അപ്ഡേറ്റ് ആൻഡ് APT അപ്ഗ്രേഡ്
അങ്ങനെ കൊടുക്കാം. പിന്നെ നിങ്ങൾ ടെർമക്സിൻ്റെ ബേസിക് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ആദ്യം പോയി കാണണം. അത് ഞാൻ അതിൻ്റെ അകത്ത് കാണിച്ചു തന്നില്ല, അതാദ്യം ചെയ്തിട്ടേ ഇങ്ങനെയൊക്കെ ചെയ്യണ്ട. പിന്നെ ഗിറ്റ് ഹബിലേക്ക് പോവാം. ഞാൻ ആ ഗിറ്റ് ഹബിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഡെസ്ക്ടോപ്പ് മോഡിലിടാം. അതിന് ഇത് ലിങ്ക് കോപ്പി ചെയ്തിട്ട് ടെർമക്സിൽ വരാം. പിന്നെ ഗിറ്റ് ക്ലോൺ അങ്ങനെ കൊടുത്തിട്ട് ആ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതായത് LS ടൈപ്പ് ചെയ്യുക, LS, പിന്നെ CD ബാഡ് റോബോ, വീണ്ടും LS ടൈപ്പ് ചെയ്യുക, പിന്നെ അൺസിപ്പ് ബാഡ് റോബോ .zip അങ്ങനെ കൊടുക്കാം. അപ്പോൾ അത് അൺസിപ്പ് ആവും. പിന്നെ LS കൊടുത്തിട്ട് പൈത്തൺ എല്ലാം പിപ്പ് ഇൻസ്റ്റാൾ -r requirement.txt അങ്ങനെ കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ തന്നെ ടൈം എടുക്കും. ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുക്കും. ഞാനിപ്പോൾ ഇത് ചെയ്യണ 12:29, അതായത് ഞാൻ രാത്രി 12:29 അപ്പോൾ ഒരു 12 മണിക്കൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ആ ടൈമിലൊക്കെ നെറ്റ് കുറച്ച് സ്പീഡ് ഉണ്ടാവും. അപ്പോൾ ആ ടൈമിലൊക്കെ ചെയ്താലാണ് ഒരു 1.5 മണിക്കൂർ അല്ല, ഒരു മണിക്കൂർ അല്ല, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ എടുക്കും. ആ ടൈം കൊണ്ടൊക്കെ തീരണമെങ്കിൽ ഒരു 12 മണിക്ക് ശേഷം ചെയ്യണം. അപ്പോൾ ആ ടൈമിൽ ചെയ്താൽ മതി നിങ്ങൾ. അപ്പം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ വാട്സാപ്പ് ബോട്ട് സെറ്റ് ചെയ്യണമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ പോയി കാണാം. പിന്നെ കുറേ പേര് പറഞ്ഞ് എറർ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് രണ്ടാമത് കണക്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾ വാട്സാപ്പിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യാതെ നിന്നാൽ മതി. വാട്സാപ്പിൽ നിന്ന് ഇവിടെ നിന്ന് ലോഗ് ഔട്ട് ചെയ്ത് കേട്ടോ. പിന്നെന്താ, യൂസർ ബോട്ട് കണക്റ്റ് ആവണമെന്നൊക്കെ പറഞ്ഞ് കുറേ ഒരു മെസ്സേജൊക്കെ അയച്ചു തന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്ത എററായിരിക്കും. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശരിക്കും കണ്ടിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. മറ്റേത് കുറേ ടൈം എടുക്കും. അപ്പോൾ നമുക്കിത് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊരു 3 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് കണക്റ്റ് ആയിക്കോളും. ഇതിപ്പോൾ ഏതാണെന്നൊരു ഓർമ്മയില്ല. അതാണ്. എന്താ കണക്റ്റായി. അപ്പോൾ ചിലവരുടെയൊക്കെ ലാസ്റ്റ് ആക്റ്റീവ് എന്ന് തന്നെ കാണിക്കുള്ളൂ, പക്ഷേ കണക്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇത് കുറച്ച് ടൈം എടുക്കും. ഞാനിപ്പോൾ സ്പീഡിലാക്കിയിട്ടാണ്. അപ്പോൾ ഷട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ ആ സൈറ്റിൽ പോയി ഒന്നുകൂടി വർക്കർ ഓൺ ആക്കിയിട്ടിട്ട് കൺഫേം കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. 1:04 ഇപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൈത്തൺ ബാഡ് റോബോ .py എന്ന് കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ടാവും. നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതൊന്നുകൂടി കണ്ടാൽ മതി. പിന്നെ നിങ്ങളുടെ സ്റ്റോറേജ് ഭരിക്കും. ഒരു GB അടുത്തായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്യാഷ് മെമ്മറി ക്ലിയർ ചെയ്താൽ മതി. ഇപ്പോൾ 700 MB ആയതുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റോറേജ് ഇല്ലെങ്കിൽ എല്ലാ ആപ്പിൻ്റെയും ഇങ്ങനെ ക്യാഷ് മെമ്മറി ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ വാട്സാപ്പ് ആയാലും മറ്റേ ക്രോം ആയാലും ഇൻസ്റ്റയിൽ എല്ലാത്തിനും ക്യാഷ് മെമ്മറി ക്ലിയർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറേജ് കൂടും. ഇത്രേ ഉള്ളൂ. ചാനൽ സബ് ചെയ്തില്ലേ?